ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെമ്പനിപ്പോൾ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി പുതിയൊരു വീട് മേടിക്കാനൊക്കെ ഒരുങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപയൊക്കെ ഇവർ അഡ്വാൻസ് ഒക്കെ നൽകുന്നുണ്ട്. എന്നാൽ ഇത് ചതിയായിരിക്കാമെന്നുള്ളൊരു താക്കീത് നമ്മുടെ രേവതി സച്ചി നൽകുന്നുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ പുല്ലുവില നൽകുകയാണല്ലേ ശ്രുതിയും കൂടെ ചന്ദ്രയും. ഇവർ മൂന്നുപേരും പറയുന്നത് രേവതിയുടെ സച്ചിയുടെയും കുശുമ്പ് കൊണ്ടാണ് നീ നല്ലവനാവുന്നത് കണ്ടിട്ടുള്ള അസൂയ കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ രേവതി സച്ചിയും എന്ത് പറഞ്ഞു അതേ രീതിയിൽ തന്നെ അവിടെ സംഭവിക്കുകയാണല്ലേ. വീടിന്റെ ഓണറാണെന്ന് പറഞ്ഞ് വന്നവർ 25 ലക്ഷവുമായിട്ട് അവിടുന്ന് മുങ്ങുന്നുണ്ട്. ശേഷം വീടിന്റെ യഥാർത്ഥ ഓണർ വന്നതിന് ശേഷം എല്ലാവരും വീണ്ടും പുറത്തിറക്കി വിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ശ്രുതിയും ഒരുപാട് കരയുന്നുണ്ട്. മാത്രമല്ല ശ്രുതി തലകറങ്ങി വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നമൊക്കെ ഒതുങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി നീലിമയിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിയുന്നത്. അതായത് നീലിമയെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നീലിമയും സച്ചിയും തമ്മിൽ ഇപ്പോൾ നല്ലൊരു ഡീപ്പ് റിലേഷൻ ഉണ്ടല്ലേ. നാട്ടിലേക്ക് വരുന്ന സമയത്തെല്ലാം തന്നെ നീലിമ ഓട്ടം വിളിക്കുന്ന സച്ചിയാണ്. അതേ രീതിയിൽ തന്നെ നീലിമ പിന്നീട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് സച്ചിനെ ഓട്ടം വിളിക്കുകയും സച്ചിയുടെ സ്വഭാവം അതുപോലെ തന്നെ ഏത് സമയത്തുള്ള രേവതിയെക്കുറിച്ചുള്ള പുകഴ്ത്തലൊക്കെ കേൾക്കുമ്പോൾ തന്നെ സച്ചി നല്ലൊരു ഭർത്താവാണെന്ന് നമ്മുടെ നീലിമ തിരിച്ചറിയുകയും മാത്രമല്ല സച്ചിയെ പോലൊരു നല്ലൊരാളെ കണ്ടുമുട്ടിയത് വളരെ സന്തോഷമുണ്ടെന്നൊക്കെ നീലിമ സച്ചിയോട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നീലിമ സച്ചിക്കായിട്ടൊരു കണ്ണട ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്തായാലും മേഡത്തിന് കാര്യങ്ങൾ പലതവണയായിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, മേഡത്തിനൊന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്കൊരു സെൽഫി എടുക്കാമെന്നും പറഞ്ഞിട്ട് നീലിമയും നൃത്തക്കൂടെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ രേവതി പറയുന്നത് ഫംഗ്ഷൻ, അതായത് നിങ്ങളുടെ ചേട്ടനും എൻ്റെയും തമ്മിൽ ആദ്യം കല്യാണം ഉറപ്പിച്ച സമയത്ത് കൺഗ്രാജുലേഷൻ പറയാനായിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവരാണ് നീലിമ നിങ്ങളുടെ ഏട്ടൻ്റെ പണം എടുത്തുകൊണ്ട് പോയവൾ എന്നൊക്കെയാണ് പറയുമ്പോഴേ സച്ചിക്ക് ദേഷ്യം എടുക്കാനാണ് നേരെ നീലിമയുടെ അടുത്ത് ചെല്ലാണ്. ആ ഒരു സമയത്ത് നീലിമയിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിയുന്നത്. അതായത് ശ്രുതിക്കും 30 ലക്ഷം രൂപ പലിശ സഹിതം നൽകിയിട്ടുണ്ടെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും സച്ചിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ആദ്യമൊന്നും സച്ചി വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നീലിമ തെളിവ് സഹിതം പറയുന്നതോടുകൂടി തന്നെ സച്ചി ഇതെല്ലാം വിശ്വസിക്കുന്നതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരോടും മുന്നിൽ വെച്ച് സത്യം പറയണം, ഞാനായി പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ നീലിമ വരാമെന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ സച്ചി എന്ത് പ്രതീക്ഷിച്ചു അതേ രീതിയിൽ തന്നെ സച്ചി വീട്ടിൽ ചെന്ന് പറയുന്ന സമയത്ത് ശ്രുതിയും കൂടി പരമാവധി തങ്ങളുടെ ഭാഗം മാന്യമായി ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സച്ചിയെ കുറ്റക്കാരനാക്കി നിർത്തുന്നുണ്ട്. സച്ചി മനഃപൂർവ്വം കള്ളം പറയുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്താണ് സച്ചി നീലിമയെ വിളിക്കുന്നത്. നീലിമയെ കാണുമ്പോൾ തന്നെ ശ്രുതിയും അങ്ങ് ഭൂമി പിളർന്ന് പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതേ രീതിക്ക് രണ്ടുപേരും പേടിയും ടെൻഷനൊക്കെ അടിക്കുക കേട്ടോ. അവസാനം നീലിമ സത്യങ്ങളെല്ലാം പറഞ്ഞു പോയി കഴിയുമ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, സത്യങ്ങളെല്ലാം തെളിഞ്ഞുകൊണ്ട് ശ്രുതിക്കും മനസ്സിലാവുകയാണ്. ഈ ഒരു സമയത്ത് രവിയും ശ്രീകാന്തും സച്ചിയും എല്ലാം തന്നെ ശ്രുതിയും വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അവിടെ മാസമായിട്ട് പെർഫോമൻസ് ചെയ്യുന്നത് നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ. ചന്ദ്ര ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ഷോൾഡറിൽ കുത്തിപ്പിടിച്ചിട്ട് ഈ പറഞ്ഞല്ല സത്യമാണോടാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മ ഞാനായിട്ട് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ശ്രുതിയുടെ ബുദ്ധിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ആകെ പെട്ട അവസരമാണ്. കാരണം തൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെ ഭർത്താവ് തന്നെയാണ് തന്നെ തള്ളിക്കളയുന്ന രീതിക്ക് തന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിക്ക് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതിയെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര നേരെ ചെല്ലുന്നത് ശ്രുതിയുടെ അടുത്തേക്കാണ്. ശ്രുതിയോടുള്ള ഓരോ ചോദ്യത്തിനും ശ്രുതിയുടെ മറുപടിക്കും എല്ലാം തന്നെ ചന്ദ്ര കരണം നോക്കി അടിച്ചാണ് അവിടെ ചന്ദ്രയുടേതായ രീതിക്ക് മറുപടി നൽകുന്നത്. അവസാനം ശ്രുതിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വരെ ചന്ദ്ര ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രവിയുടെ കൃത്യമായ ഇടപെടൽ മൂലം ശ്രുതി ആ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. എന്നാൽ അതിനും പേരും ശ്രുതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു എന്നൊരു അവസ്ഥ വരുന്നുണ്ട്. കാരണം അത്രയും ക്രൂരമായ രീതിക്ക് തന്നെ ചന്ദ്ര രേവതിനോട് പെരുമാറുന്നതിനേക്കാൾ അധിക ക്രൂരമായി തന്നെ ചന്ദ്ര ശ്രുതിയോടായിട്ട് പെരുമാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ തന്നെ രേവതി തൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ലക്ഷ്മിയോടും ദേവുവിനോടും ശരത്തിനോടൊക്കെ പറയുന്ന സമയത്ത് ലക്ഷ്മിക്ക് ചെറിയൊരു സങ്കടമാണ്. കാരണം തൻ്റെ മകളുടെ അത്ര തന്നെ പ്രായമുള്ളല്ലോ ശ്രുതിക്കും. ഇങ്ങനെ ഒരു ഗതി എന്തായാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ശ്രുതിനെ മാത്രം തല്ലിയത് തെറ്റായി കൊടുത്തു നിന്നതാണ് ശ്രുതി. പിന്നെ ശ്രുതിനെ എന്തിനു സപ്പോർട്ട് ചെയ്തെന്നൊക്കെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. എന്നാൽ ശരത്തും ദേവുമായിട്ട് എന്തായാലും നല്ല കാര്യമാണ്. അന്ന് പലതവണകളായിട്ട് എന്നെ കള്ളനാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് അവർ. മാത്രമല്ല അവരുടെ അഹങ്കാരത്തിനുള്ള സംസാരത്തെ തിരിച്ചടിയായി എന്നൊക്കെ രീതിക്കാണ് സംസാരിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ശരത്ത് മറ്റൊരു സത്യം കൂടി പറയുന്നുണ്ട്. താൻ പലിശയ്ക്ക് വേണ്ടിയിട്ട് ആനയുടെ കൂടി പിരിവിന് നിന്ന സമയത്ത് അവിടെ ശ്രുതി വന്നിട്ടുണ്ടെന്നും പലതവണകളായിട്ട് അവിടെ നിന്ന് പലിശയ്ക്ക് പണം മേടിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് രേവതി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. രേവതി ഈ ഒരു കാര്യം സച്ചിയോടായിട്ട് പറയുന്നതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത കള്ളത്തരം, അതായത് ആൻ്റണിയും ശ്രുതിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ കഥ രേവതിയും സച്ചിയും എല്ലാവരും തന്നെ അറിയാൻ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ഭാഗം നമുക്ക് ആദരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.